ഇനി കാലാവസ്ഥയിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് ഇന്നു മുതൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 3 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്കുള്ള സാധ്യത മുന്നിൽ കണ്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. MG പ്രതീഷും സജു ദേവസിയും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം MG പ്രതീഷിലേക്കാണ്. പ്രതീഷ്, ഇന്നലെ കാലവർഷം തുടങ്ങിയത് മുതൽ തന്നെ കനത്ത മഴ ലഭിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള നാശനഷ്ടം വിവിധ ജില്ലകളിലായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. മലബാർ മേഖലയിൽ റെഡ് അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. എന്താണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് MG പ്രതീഷ്? റിജിത്ത്, ശ്രുതി, സംസ്ഥാനത്ത് അതിതീവ്ര മഴ വരുന്നു എന്നതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ ശക്തമായ ജാഗ്രത പൊതുജനങ്ങൾ പാലിക്കേണ്ടതുണ്ട്. 5 ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലർട്ട് കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിതീവ്രമായ മഴയുണ്ടാകും. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അതായത് സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴയുണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. 50 മുതൽ 60 വരെ കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീരപ്രദേശങ്ങളിലുള്ളവരും മലയോര മേഖലകളിലുള്ളവരും പ്രത്യേക ജാഗ്രത പാലിക്കണം. ശക്തമായ കാറ്റും തിരമാലകൾക്കും സാധ്യതയുള്ളതിനാൽ നിലവിൽ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ആരും കടലിൽ പോകരുത് എന്നുള്ള മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ഈ റെഡ് അലർട്ടുള്ള ഇടങ്ങളിലൊക്കെ തന്നെ ഈ മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾക്ക് ഈ ജില്ലാ ഭരണകൂടം പലയിടങ്ങളിലും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് ഉള്ളത്. കാരണം ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും മലവെള്ളപ്പാച്ചിലിനുമുള്ള സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴ വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് തുടരും. ഏറ്റവും കൂടുതൽ മഴ വടക്കൻ കേരളത്തിലായിരിക്കുമെന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന മുന്നറിയിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിലും വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയും അതിതീവ്രമായ മഴയും ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത വേണം. ഈ കാലവർഷം എത്തിയതോടുകൂടി തന്നെ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും കൃത്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ ദുരന്ത നിവാരണ സേനയുടെ സംഘങ്ങളടക്കം പല ജില്ലകളിലും നിലവിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ മഴയുള്ള സ്ഥലങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഈ ക്യാമ്പുകൾ തുടങ്ങാൻ ഉള്ള സാഹചര്യമാണെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ റവന്യൂ വകുപ്പിനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ ഈ കാലവർഷത്തെ പ്രതിരോധിക്കാൻ കൃത്യമായി അതിനെ നേരിടാൻ കൃത്യമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൊതുജനങ്ങളും ഇക്കാര്യത്തിൽ വലിയ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയിരിക്കുന്നത്. MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.